ആകാംക്ഷയോടെ കാത്തിരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയായിരിക്കുകയാണ്. ഇനി എല്ലാവരുടെയും കണ്ണുകൾ മെയ് 4-ാം തീയതിയിലേക്കാണ്. വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കേരളത്തിന്റെ ഭരണം ആരുടെ കൈകളിലായിരിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കാൻ. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ അതിശക്തമായ ഒരു UDF തരംഗം ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നാണ്. വോട്ടർമാരുടെ പ്രതികരണങ്ങളും ബൂത്തുകളിൽ നിന്നുള്ള പ്രാഥമിക വിവരങ്ങളും വിശകലനം ചെയ്യുമ്പോൾ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിലേക്ക് UDF ഏറെക്കുറെ അടുത്തു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെടുന്നത് പോലെ 100-ലധികം സീറ്റുകൾ നേടി ഒരു വമ്പൻ വിജയം UDF ഇത്തവണ സ്വന്തമാകുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിലും LDFന്റെ ഉറച്ച കോട്ടകളായി കരുതപ്പെടുന്ന പല മണ്ഡലങ്ങളിലും വലിയ വിള്ളലുകൾ വീഴ്ത്താൻ UDF സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 75 മുതൽ 85 സീറ്റുകൾ വരെ നേടി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേക്ക് എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ വിജയത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കും. കോൺഗ്രസ് മത്സരിക്കുന്ന 90ഓളം സീറ്റുകളിൽ 50-ലധികം ഇടങ്ങളിൽ വിജയം കണ്ടാൽ മാത്രമേ UDFന് സുഗമമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. UDFന്റെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം, RSP തുടങ്ങിയവർ തങ്ങളുടെ സീറ്റുകളിൽ വലിയ മുന്നേറ്റം ഉറപ്പിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗ് മത്സരിച്ച് 26 സീറ്റുകളിൽ 27ഓളം സീറ്റുകൾ അവർ തിരികെ പിടിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഈ വിജയത്തെക്കാൾ ഏറെ പ്രസക്തമാക്കുന്നത് LDFന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുക്കാൻ പോകുന്ന സീറ്റുകളാണ്. 14 ജില്ലകളിലായി കോൺഗ്രസ് അട്ടിമറി വിജയം ഉറപ്പിച്ചിട്ടുള്ള 25 പ്രധാന മണ്ഡലങ്ങളെ കുറിച്ചുള്ള ഒരു വിശദമായ വിശകലനം നമുക്കൊന്ന് നോക്കാം. കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം ഇത്തവണ വലിയ മാറ്റത്തിന് വിധേയമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഉദുമ നിയോജക മണ്ഡലം എക്കാലത്തും ഇടതുമുന്നണിയുടെ, പ്രത്യേകിച്ച് CPMന്റെ ഉരുക്കുകോട്ടയായാണ് അറിയപ്പെടുന്നത്. സിറ്റിംഗ് MLA ആയ CH കുഞ്ഞമ്പുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി K നീലകണ്ഠൻ ഇത്തവണ സഭയിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പ്രീപോൾ സർവേകളിൽ ഈ സൂചന ലഭിച്ചിരുന്നെങ്കിലും വോട്ടെടുപ്പിന് ശേഷം ഇത് കൂടുതൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു ശ്രദ്ധേയമായ പോരാട്ടം തൃക്കരിപ്പൂരിലാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് BJP വിട്ട് കോൺഗ്രസിലെത്തിയ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഇത്തവണ തൃക്കരിപ്പൂരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ണിൽ സന്ദീപ് വാര്യർ നടത്തുന്ന ഈ മുന്നേറ്റം വടക്കൻ മലബാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കും. ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണ് കണ്ണൂർ നിയോജക മണ്ഡലം. മുൻപ് K സുധാകരനെ പോലെയുള്ള കരുത്തരായ നേതാക്കൾ പ്രതിനിധീകരിച്ചിരുന്ന ഈ മണ്ഡലം കഴിഞ്ഞ 2 തവണയായി UDFന് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ കടന്നപ്പള്ളി രാമചന്ദ്രനെതിരെ TO മോഹനനെ കളത്തിലിറക്കിയ കോൺഗ്രസ് തന്ത്രം ഫലം കണ്ടിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിൽ കണ്ണൂർ സീറ്റ് UDF പാളയത്തിലേക്ക് തിരികെ എത്തുമെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇനി കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ വമ്പൻ അട്ടിമറികളാണ് പ്രവചിക്കപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാദാപുരം. CPIയുടെ സിറ്റിംഗ് ജനപ്രതിനിധി EK വിജയനെ മാറ്റി നിർത്തി P വസന്തനെയാണ് ഇത്തവണ LDF ഇറക്കിയത്. എന്നാൽ കോൺഗ്രസിന്റെ യുവനേതാവ് KM അഭിജിത്ത് തന്റെ പ്രസന്നമായ പെരുമാറ്റത്തിലൂടെയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും നാദാപുരത്ത് വൻ സ്വാധീനം ചെലുത്തുന്നുണ്ട്. 2016-ലും 2021-ലും നേരിയ വോട്ടുകൾക്ക് കൈവിട്ട ഈ സീറ്റ് ഇത്തവണ ന്യൂനപക്ഷ ഏകീകരണത്തിലൂടെ അഭിജിത്ത് തിരിച്ചുപിടിക്കുമെന്നത് ഉറപ്പായിട്ടുണ്ട്. കൊയിലാണ്ടി മണ്ഡലത്തിലും സമാനമായ സാഹചര്യങ്ങളാണുള്ളത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ കൊയിലാണ്ടി ലക്ഷ്യമിട്ട് നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. കാനത്തിൽ ജമീലയുടെ അഭാവത്തിൽ K ദാസനെ ഇറക്കി സീറ്റ് പിടിക്കാൻ CPM ശ്രമിച്ചെങ്കിലും പ്രവീൺ കുമാറിന്റെ ചിട്ടയായ ഒരു ഹോംവർക്ക് അദ്ദേഹത്തിന് വലിയ മേൽക്കൈ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു അട്ടിമറി ഏലത്തൂരിലായിരിക്കും. വനമന്ത്രി AK ശശീന്ദ്രനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. പ്രായാധിക്യം പോലും കണക്കിലെടുക്കാതെ അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് നൽകിയത് CPMനുള്ളിൽ പോലും അമർഷമുണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് യുവ വനിതാ നേതാവ് വിദ്യാ ബാലകൃഷ്ണൻ ഏലത്തൂർ പിടിച്ചെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വയനാട് ജില്ല എപ്പോഴും UDFന്റെ ഒരു ഉറച്ച കോട്ടയാണ്. എങ്കിലും മാനന്തവാടി സീറ്റ് കഴിഞ്ഞ കുറച്ചു കാലമായി LDFന്റെ കയ്യിലായിരുന്നു. ഇത്തവണ ഉഷാ വിജയനിലൂടെ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. മന്ത്രി OR കേളുവിനോട് വ്യക്തിപരമായ എതിർപ്പുകൾ ജനങ്ങൾക്കില്ലെങ്കിലും സർക്കാരിനെതിരെയുള്ള വികാരം വോട്ടായി മാറുന്നത് ഉഷാ വിജയന് ഗുണകരമാകും. മലപ്പുറം ജില്ലയിലെ തവനൂർ സീറ്റ് കഴിഞ്ഞ 10 വർഷമായി KT ജലീലിന്റെ കൈവശമാണ്. എന്നാൽ ഇത്തവണ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് തവനൂരിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ VS ജോയ്ക്കുണ്ടായ സ്വീകാര്യത KT ജലീലിന്റെ പരാജയം ഉറപ്പാക്കിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇനി പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ തൃത്താല തന്നെയാണ്
ഇത്തവണത്തെ പ്രധാന ചർച്ചാ വിഷയം. കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് മന്ത്രി MP രാജേഷിനോട് പരാജയപ്പെട്ട VT ബൽറാം ഇത്തവണ ആ കണക്ക് തീർക്കുമെന്നാണ് വിലയിരുത്തൽ. രാജേഷിനെ പരാജയപ്പെടുത്തി ബൽറാം തൃത്താല പിടിച്ചെടുക്കുമ്പോൾ അത് UDFന്റെ വലിയൊരു വിജയമായി തന്നെ മാറും. അതുപോലെ തന്നെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ K കൃഷ്ണൻകുട്ടിയുടെ അഭാവത്തിൽ സുമേഷ് അച്യുതൻ വിജയിച്ചു കയറുമെന്നാണ് ഉറപ്പാക്കിയിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ ഇത്തവണ രാഷ്ട്രീയ കാറ്റ് UDFന് അനുകൂലമാണ്. തൃശൂർ നഗരത്തിൽ രാജൻ പല്ലരിലൂടെ കോൺഗ്രസ് സീറ്റ് തിരിച്ചുപിടിക്കും. പത്മജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും അത് ഭരണപക്ഷ വോട്ടുകളെയാണ് കൂടുതൽ ബാധിച്ചതെന്നാണ് പ്രാഥമികമായൊരു നിഗമനം. മണലൂരിൽ TN പ്രതാപന്റെ വ്യക്തിപ്രഭാവവും വടക്കാഞ്ചേരിയിൽ യുവ സ്ഥാനാർത്ഥി TN വൈശാഖന്റെ മുന്നേറ്റവും UDFന് കൂടുതൽ സീറ്റുകൾ ഉറപ്പാക്കുന്നു. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് സീറ്റ് VP സജീന്ദ്രൻ തിരിച്ചുപിടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. 2020യുടെ സാന്നിധ്യം ഇത്തവണ UDFന് ഗുണകരമായ രീതിയിലാണ് മാറിയിരിക്കുന്നത്. വൈപ്പിനിൽ ടോണി ചമ്മണിയും കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസും UDFന്റെ കയ്യിൽ നിന്നും സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന് വോട്ടെടുപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോട്ടയം ജില്ലയിൽ വലിയ അട്ടിമറികളാണ് കാത്തിരിക്കുന്നത്. പൂഞ്ഞാറിൽ സജി ജോസഫ് എന്ന പ്രാദേശിക നേതാവ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെതിരെ PC ജോർജിനെയും പരാജയപ്പെടുത്തി കോൺഗ്രസിന് വേണ്ടി വിജയക്കൊടി പാറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനെതിരെ നാട്ടകം സുരേഷ് വിജയിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ വലിയ അട്ടിമറികളിൽ ഒന്നായിരിക്കും. ഇടുക്കി ജില്ലയിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ റോയ് K പൗലോസ് അട്ടിമറി വിജയം നേടുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രീപോൾ സർവേകളിൽ റോയ്ക്ക് ലഭിച്ച മുൻതൂക്കം വോട്ടെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിനെതിരെ അബിൻ വർക്കിയുടെ വിജയം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അടൂരിൽ ശാന്ത നന്ദകുമാറും റാന്നിയിൽ പഴക്കുളം മധുവും വിജയിച്ചു കയറുമെന്നാണ് കരുതുന്നത്. ആലപ്പുഴയിലെ അരൂരിൽ ഷാനിമോൾ ഉസ്മാന്റെ തിരിച്ചുവരവ് ഏതാണ്ട് ഉറപ്പാണ്. മന്ത്രി G സുധാകരന്റെ സാന്നിധ്യം ഇല്ലാത്തത് അരൂരിൽ LDFന് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. കൊല്ലം ജില്ലയിൽ ബിന്ദു കൃഷ്ണ മുകേഷിനെ പരാജയപ്പെടുത്തി സഭയിലെത്തും. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാലിനെതിരെ ആയിഷ പോറ്റിയുടെ വിജയം LDFന് ഏൽക്കുന്ന വലിയൊരു പ്രഹരമായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ K മുരളീധരന്റെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വം UDFന് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. BJPക്കും CPMനും ശക്തമായ സാന്നിധ്യമുള്ള വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ തിരിച്ചുവരവ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇത്തരത്തിൽ 14 ജില്ലകളിൽ നിന്ന് 25ഓളം സിറ്റിംഗ് സീറ്റുകൾ LDFൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിലവിലുള്ള 22 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ ഈ 25 സീറ്റുകൾ കൂടി ചേരുമ്പോൾ കോൺഗ്രസിന് മാത്രം 47ഓളം സീറ്റുകൾ ലഭിക്കും. മറ്റ് ഘടകകക്ഷികളുടെ സീറ്റുകൾ കൂടി ചേരുമ്പോൾ 80 മുതൽ 85-നിടയിൽ സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജനവിധി കേരളത്തിന്റെ രാഷ്ട്രീയ ദിശ തന്നെ മാറ്റിമറിക്കും. നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.